ഹലോ ഗായ്സ്, എന്തൊക്കെയാണ് വിശേഷം? അപ്പോൾ നമ്മളെ പ്രവാസികളുടെ അവസ്ഥ കണ്ടോ ഗായ്സ്? ഇത് കണ്ടോ, ഞാനിപ്പോൾ ഇതാ കറങ്ങിയൊക്കെ കഴിഞ്ഞ് വന്നതാണ്. ഇപ്പോൾ ഇതാ എൻ്റെ ചപ്പാത്തിയും എൻ്റെ കറിയും രണ്ടും ഇവിടെ ഇരിക്കുക. വൈകുന്നേരം 6 മണിക്ക് ഉണ്ടാക്കിയത്, മെസ്സിൽ നിന്ന് ഉണ്ടാക്കി വന്നതാണ്. ഈ സമയമാകുമ്പോഴേക്കിനും ഇതൊക്കെ തണുത്ത് ഇതൊക്കെ കരിങ്കല്ല് പോലെ ഇരിക്കുന്നത് ചപ്പാത്തി. ഇതൊക്കെ എങ്ങനെ കഴിക്കാനാണ്? അപ്പോഴാണ് എനിക്ക് ഒരു ഐഡിയ. ഞാനിതാ ഇതൊരെണ്ണം വാങ്ങി. ഇതെന്താ പറയുക, ചെറിയൊരു അടുപ്പാണ്. 20 ദിറംസ് ഉള്ളൂ ഇവിടെ ഡേ ടു ഡേ മാർക്കറ്റിൽ. നാട്ടിലെ 450 രൂപ ഇപ്പോഴത്തെ കണക്ക് വെച്ച്. ഞാൻ വാങ്ങുമ്പോൾ അത്രയും ഇല്ലായിരുന്നു. അപ്പോൾ ഇതിൽ നമുക്ക് കറി ചൂടാക്കാം, എന്ത് വേണേൽ ഉണ്ടാക്കാം. ഇത് ഭയങ്കര പവറുള്ള സാധനമാണ് കേട്ടോ. ഇതൊക്കെ ഇതാ ഇതിൻ്റെ കുറ്റി, ഇത്ര ചെറിയ കുറ്റി. ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇടും. അതിൻ്റെ ശേഷം നമുക്ക് റെഡി ടു യൂസാണ്. ഭയങ്കര ഓറാണ്, സാധാരണ അടുപ്പിനെക്കാട്ടും ഭയങ്കര ഓറാണ്. ഞാൻ അപ്പം കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളെ ഗ്യാസ് കുറ്റി, ഗ്യാസ് അടുപ്പ്. ആദ്യം ഇതിങ്ങനെ തലതിരിച്ചിടുക. ഇത് ഉപയോഗിക്കാത്ത സമയത്ത് തലതിരിച്ചിടേണ്ട. എന്നിട്ട് ഇവിടെ ഒരു ഹോളില്ലേ, ഇതിൽ കൈയിട്ടിട്ട് ഇങ്ങനെ തുറന്നു കഴിഞ്ഞാൽ കണ്ടോ, സാധാ നമ്മൾ നോർമലി കുറ്റിയും വെക്കാം, പിന്നെ ഇതും വെക്കാം. ഞാനിപ്പോൾ ഇതാ വെച്ച് കൊടുക്കാൻ പോകുന്നത്. ഈ ഹോളിന് കറക്റ്റായിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വെച്ചതിന് ശേഷം ഇതിങ്ങനെ പ്രസ്സാക്കി കൊടുക്കുക. ഓക്കെ, ഗ്യാസ് അടുപ്പ് തയ്യാർ. ഇനി ഇതിങ്ങനെ അടിച്ചു കൊടുക്കാം നമുക്ക്. കണ്ടോളെ ഗൈസ് ഇതിൻ്റെ പവർ. ഓ നോക്ക് ഗൈസ്, നോക്ക് എത്ര പവറാണ്. നമുക്ക് ഇത് മതി, ഇത് തന്നെ ധാരാളം. അപ്പോൾ നമ്മൾ അടുപ്പ് റെഡിയായി. ഇനിയിപ്പോൾ എന്താക്കണം, പാത്രമൊക്കെ കഴുകി എടുക്കാം നമുക്ക്. ആദ്യം നമുക്ക് കറി ചൂടാക്കാം. കറി ചൂടാക്കാൻ എൻ്റെ കയ്യിലൊരു സോസ് പാൻ ഉണ്ട്. നമുക്ക് ഇതിലേക്ക് ഇതിന്ന് കറി വെച്ച് കൊടുക്കാം. ഇന്നെന്താ കറിയാവോ? ഇന്നെന്താ കറി? ഇന്ന് ചിക്കൻ കറിയാണ്. നല്ല ചിക്കൻ കറി, എണ്ണയിലുള്ള ചിക്കൻ കറി. ഈ ചിക്കൻ കറി ഇങ്ങനെ ഇട്ട് കൊടുക്കും. ചൂടാക്കാം. എന്താ പവർ നോക്കുക ഗൈസ്, എന്താ പവർ നോക്കുക. ഇതാണ് ഇതിൻ്റെ പവർ. അപ്പോൾ കണ്ടോ ഗൈസ്, ചിക്കൻ കറി എത്ര പെട്ടെന്നാണ് ചൂടാക്കുന്നത്. തിളച്ചു അറിയോ? നല്ല അത്യാവശ്യം പീസൊക്കെ ഉണ്ട്. നമ്മൾ ഉസ്താദ് അടിപൊളിയാണ്. ഉണ്ടോ, ഒരാൾക്കുള്ള കറിയിലെ പീസായി. എത്ര പീസാണ്. ഉസ്താദിൻ്റെ കറി അടിപൊളിയാണ് കേട്ടോ, നല്ല ടേസ്റ്റുള്ള കറിയാണ്. എരിവ് കുറച്ച് കൂടുതലുണ്ടായിരിക്കും, പക്ഷെ എരിവുള്ളവർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും ഈ കറി. എരിവ് വേണ്ടവർക്ക് അത് നല്ല കുറുക്കിയെടുക്കാം. എനിക്ക് നല്ല കുറുകിയ കറിയാണ് ഇഷ്ടം. നോക്കിയാട്ടെ, നല്ലോണം തിളപ്പിച്ചെടുത്തിട്ടുണ്ട് ഞാൻ കറി. നല്ലോണം വറ്റി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടാവും ഈ കറിക്ക്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇവിടെ നമുക്ക് ഈ ചപ്പാത്തി ഒന്ന് ചൂടാക്കി എടുക്കാം. ചപ്പാത്തിക്ക് വേണ്ടി നമ്മൾ വലിയൊരു പാൻ എടുത്തിട്ടുണ്ടേ. ഈ പാനൊന്ന് ചൂടാവട്ടെ. അപ്പോൾ നമ്മളെ കല്ല് നല്ല ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ. 3 ചപ്പാത്തി ഉണ്ട്, ഒരാൾക്ക് 3 ചപ്പാത്തി. നമുക്ക് നല്ലോണം ഒന്ന് ചൂടാക്കി എടുക്കാം. കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതേസമയം കൊണ്ട് ഞാൻ കെറ്റിലിൽ കുറച്ച് വെള്ളം ചൂടാക്കി നമുക്ക് കാപ്പി ഉണ്ടാക്കാമല്ലോ. കാപ്പിക്കൊടി ഉണ്ടായിരുന്നു, എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു. 2-3 ദിവസം മുമ്പ് ഞാൻ കൊണ്ടുവന്നു. നല്ലോണം ഒന്ന് ചൂടാവട്ടെ. അടുപ്പ് കാണുന്നുണ്ടാറില്ല, നമുക്ക് നല്ല പവറുണ്ട്. ഇതിലും പവറുണ്ട്. ഇത് ഞാൻ കുറച്ച് വെച്ചേക്കുന്ന. നല്ല ചൂടായി വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചപ്പാത്തി ഇവിടെ ആയിട്ടുണ്ട്, കറി അവിടെ ഉണ്ട്. നമ്മൾ കാപ്പി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കഴിക്കാൻ പോവാണ്. ഒറ്റ കാര്യം വരാനുള്ളൂ, ഗൾഫിലൊക്കെ ഉള്ളവർ ടീമായിട്ട് ഇങ്ങനെ റൂം ഷെയർ ചെയ്ത് നിൽക്കുമ്പോൾ കിച്ചണൊന്നും ഇല്ലാത്ത റൂംസ് ഉണ്ടാവും.
അവർക്ക് ഇത് നല്ലൊരു അഡ്വാൻറ്റേജാണ്. അധികം കുക്ക് ചെയ്യാൻ പറ്റുമെന്നൊന്നും ഞാൻ പറയുന്നില്ല, ചിലപ്പോൾ റൂമിൽ അലൗഡ് എന്നാലും എന്തെങ്കിലും കൊണ്ടുവരുന്ന മെസ്സ് ഫുഡ് ചൂടാക്കി കഴിക്കാനെങ്കിലും പറ്റും. അപ്പോൾ ഓക്കെ, അത്രേ ഉള്ളൂ. ബൈ ബൈ.